നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ കപ്പ കുഴച്ചതും നല്ല മീൻ മുളകിട്ടതും. നമ്മളിന്ന് വെക്കാൻ പോകുന്ന മീൻകറി ചിലയിടങ്ങളിൽ ഏട്ട, ചിലയിടങ്ങളിൽ തേട്, നമ്മുടെ ഇംഗ്ലീഷിൽ ക്യാറ്റ് ഫിഷ് എന്നൊക്കെ പറയുന്ന മീൻ കൊണ്ട് നല്ല അടിപൊളി ഒരു മീൻ മുളകിട്ടതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കൂടെ തന്നെ നല്ല കപ്പ കുഴച്ചത്. വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 1.25 കിലോ തൂക്കം വരുന്ന ഒരു തേടാണ് എടുത്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 15 ചെറിയ ഉള്ളി, അരമുറി തേങ്ങ, കറിവേപ്പില, ഒരു 3 എരിവുള്ള പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 6 to 7 പീസ് കുടംപുളി. ഇനി ഒരു മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പെരിഞ്ചീരകപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മീൻകറി വെക്കുന്നതിന് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 to 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 20 മിനിറ്റോളം കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 to 7 കഷ്ണം കുടംപുളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാലയും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുടംപുളി കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന പാത്രം കഴുകി ആ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തേടിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ തലപ്പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ബാക്കി പീസുകളും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. കറിയൊക്കെ ചെറുതായിട്ട് ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻമുട്ട ചേർത്ത് കൊടുക്കാം. മീൻമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മീൻമുട്ട ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് ചട്ടി നല്ലപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് തവിയോ സ്പൂണോ ഒന്നും ഇടരുത്. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഒരു 10 to 12 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഓരോ 3 മിനിറ്റ് കൂടുമ്പോൾ ചട്ടി ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു 12 മിനിറ്റ് തുറന്ന് വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3/4 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തിള വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ചട്ടി ഇതേ കൂട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കറിക്ക് നല്ലൊരു രുചിയും മണവും കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി അല്ല, കട്ടക്കായ ഉള്ളവർ ആ കടുകും ഉലുവയും വറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു നുള്ള് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പിഞ്ച് എന്നൊക്കെ പറയുന്ന അത്രയും കായപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ഏട്ട അഥവാ തേട് കറി റെഡിയായിട്ടുണ്ട്. ഇതേപോലുള്ള മീനുകളൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്ത് സെർവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നല്ല വെന്തുടങ്ങിയ കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ ഒരു മീൻ കറി. ഞാനിവിടെ മീൻ കറി പിറ്റേ ദിവസത്തേക്കാണ് എടുക്കുന്നത്. പിറ്റേ ദിവസം നമുക്ക് നല്ല കപ്പ കുഴച്ചതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കാം. ഞാനിവിടെ ഒരു 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കപ്പ വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കപ്പയുടെ നല്ലോണം മുകളിലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കപ്പയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാവുന്നതാണ്. ഇനി കപ്പ കുഴയ്ക്കുന്നതിന് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയുടെ പീര, 2 തണ്ട് കറിവേപ്പില, 3 വെളുത്തുള്ളി, 3 ചുവന്നുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ഒന്ന് ചതച്ച് എടുത്തതിന് ശേഷം വെന്ത കപ്പയ്ക്കകത്തേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറവാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കടുകൊന്നും വറക്കാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ കപ്പ കുഴച്ചത് നമ്മുടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇന്നലെ കറി വെച്ചിരുന്ന തേട് മീനിൻ്റെ കറിയും കൂട്ടി ഒരു പിടി നമുക്ക് പിടിക്കാം. വീഡിയോ കാണുന്ന കൂട്ടർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.